കളം നിറയുമാണ് കാര്യങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് പോലെ ഒരു കേന്ദ്രീകൃതമായി, പൂർണ്ണമായും കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം അത് നടക്കാൻ സാധ്യതയില്ല. മറിച്ച് വാർഡ് കേന്ദ്രങ്ങളിലും മറ്റുമാണ് സ്ഥാനാർത്ഥികൾ തമ്പടിക്കുക. അതങ്ങനെയാണ് ഉണ്ടാവുക. കാരണം ഓരോയിടത്തും ഓരോ ചെറിയ മൂലയിലും പോരാട്ടം ആവേശമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ വാർഡ് കേന്ദ്രീകരിച്ചുള്ള പ്രചരണ കൊട്ടിക്കലാശമാണ്. ഇതാ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്ന പോലെയുള്ള റോഡ് ഷോ അതിങ്ങനെ നടക്കുകയാണ്. നോക്കൂ, സ്ഥാനാർത്ഥി കടന്നു വരുന്നത് നോക്കൂ. ഒരു തുറന്ന വാഹനത്തിൽ കൈവീശി കാണിച്ച് സ്ഥാനാർത്ഥി കടന്നു പോകുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. സമാനമായ കാഴ്ച മറുവശത്തുണ്ട്. അവിടെ UDF BJPയും ഒക്കെ കളം നിറയുകയാണ്. ഇതാ BJPയുടെ നോക്കൂ, ഒരു ക്രെയിനിൻ്റെ കയ്യിലാണ് ആളുകൾ കയറി നിന്ന് പ്രവർത്തകർ കൈവീശുന്നത്. അത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളാണെന്ന് നമുക്ക് കരുതാം. കാരണം ഏറ്റവും വീറും വാശിയും സംസ്ഥാനത്ത് നടക്കുന്ന ഒരിടം തിരുവനന്തപുരം നഗരമാണ്, കോർപ്പറേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി അവിടെ പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. VV അരുണുണ്ട്. അരുൺ, നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്പം കൂടി വിശദമായി പരിശോധിക്കാം. നോക്കൂ, 51 അധികം, പകുതിയിലധികം സീറ്റുകളാണ് കഴിഞ്ഞ തവണ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി നേടിയത്. കഴിഞ്ഞ തവണയും ഇത്തവണത്തേനും സമാനമായ വെല്ലുവിളി ഉണ്ടായിരുന്നു. അവിടെ BJP ഭരണം പിടിക്കുമോ എന്ന തോന്നൽ ഉളവാക്കിയതാണ്. പക്ഷേ അതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് കാരണമായത് കോൺഗ്രസിൻ്റെ ഒരു പിന്നോട്ട് പോക്ക് കൂടിയാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കളം നിറഞ്ഞ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കുമോ, അതല്ല തിരിച്ചാണോ സംഭവിക്കാൻ സാധ്യത? എന്താണ് ഇക്കാര്യത്തിലെ ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ? അരുൺ, സജിത്ത്, ഇത്തവണ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ കാര്യങ്ങൾ തീർത്തും അപ്രവചനീയമാണ്. നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അപ്രവചനീയത പറയാറുണ്ട്. പക്ഷേ ഇത്തവണ അത് തീർത്തും അപ്രവചനീയമെന്ന് പറയേണ്ടി വരും. അതിന് കാരണം വളരെ സംഘർഷം അല്ലെങ്കിൽ വളരെ സങ്കീർണമാണ് എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ പലയിടത്തുമുണ്ട്. അത് പ്രത്യേകിച്ച് ഇത്തവണ നമ്മൾ സൂചിപ്പിച്ച പോലെ UDF കോൺഗ്രസ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വളരെ ദുർബലാവസ്ഥയിലായിരുന്നു. ഇത്തവണ അവർ ആദ്യം തന്നെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചുള്ളവർ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായി. K ശബരിനാഥൻ എന്ന മുൻ MLA രംഗത്തിറക്കിക്കൊണ്ട് അവരെ മേയർ സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുള്ള പ്രചരണമൊക്കെ അവർ കാഴ്ചവെച്ചിട്ട് പ്രായകുന്ന സ്ഥാനാർത്ഥിയെ വൈഷ്ണവ് സുരേഷിനെ അവതരിപ്പിച്ച് അങ്ങനെയും അവർ ശ്രദ്ധ നേടി. പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയൊരു മേൽക്കൈ ഉണ്ടായതുകൊണ്ട് പിന്നീട് പതിയെ പതിയെ നഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. CPM-ഉം BJPയും വളരെ ശക്തമായി തന്നെ പ്രചരണ രംഗത്തേക്ക് അവർ ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ആദ്യഘട്ടത്തിൽ അതേപോലെ നിലനിർത്താൻ കഴിയെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തിലൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസ് വലിയ ശക്തമായ സാന്നിധ്യമായി പലയിടത്തുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ പലയിടത്തും അതൊരു ത്രികോണ പോരാട്ടമായി മാറും. കഴിഞ്ഞ തവണ തിരുവനന്തപുരം തീരമേഖലകളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 10 വാർഡുകൾ ഒതുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെ. അടുത്ത തീരമേഖല കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലും ചിലയിടങ്ങളിലൊക്കെ CPM-നും BJP-യിലും ഒക്കെ പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് അവർ കരുതുന്നു. കഴക്കൂട്ടത്തും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. നേമത്തെ K മുരളീധരൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. K മുരളീധരൻ തന്നെയാണ് തിരുവനന്തപുരത്ത് നഗരസഭയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട നേതാവ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രധാന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ഇത്തവണ പലയിടത്തും ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. കവടിയാർ വാർഡിലാണ് K ശബരിനാഥൻ മത്സരിക്കുന്നത്. ശബരിനാഥൻ ആദ്യഘട്ടത്തിൽ വളരെയധികം മുന്നിലായിരുന്നു കവടിയാർ വാർഡിൽ. പക്ഷെ പിന്നീട് CPM-ന്റെയും BJP-യുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ആര് ജയിക്കും, ആരെ രണ്ടാമതെത്തും എന്ന കാര്യത്തിൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ശക്തമായ ത്രികോണ പോരാട്ടമായി കവടിയാർ വാർഡ് മാറുന്നു. ഓരോ വാർഡിന്റെയും സ്ഥിതി അതുതന്നെയാണ്. പേട്ടയിൽ CPM-ന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന SP ദീപക് മത്സരിക്കുന്ന വാർഡാണ്. CPM-ന്റെ സിറ്റിംഗ് വാർഡാണ്. എന്നാൽ അതിന് മുമ്പ് തവണ അനിൽകുമാർ എന്ന വളരെ ജനകീയരായ കൗൺസിലർ ജയിച്ചു വന്ന വാർഡാണ്. അവിടെ അനിൽകുമാറും BJP-യുടെ ഏറ്റവും മുതിർന്ന 80-ലെ അവസാനം മുതൽ തലസ്ഥാന നഗരസഭയുടെ കൗൺസിലറായിട്ടുള്ള P അശോകുമാർ നേതാക്കൾ വരുമ്പോൾ അവിടെയും ഇത് തന്നെയാണ് ചിത്രം. വളരെ ശക്തമായ പോരാട്ടം. കുന്നുകുഴി AKG സെന്ററൊക്കെ സ്ഥിതി ചെയ്യുന്ന വാർഡാണ്. കുന്നുകുഴി കഴിഞ്ഞ മുമ്പത്തവണ CPM ജയിച്ച വാർഡ് പിന്നീട് അത് മേരി പുഷ്പത്തിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്ത വാർഡ്. വീണ്ടും മേരി പുഷ്പം മത്സരിക്കുമ്പോൾ അവിടെയും അതിശക്തമായ പോരാട്ടമുണ്ട്. അവിടെയും കാര്യങ്ങൾ ഇഞ്ചോടിഞ്ച് തന്നെ പറയേണ്ടി വരും. മറ്റു പ്രധാനപ്പെട്ട വാർഡുകൾ മുട്ടട വാർഡ്, വൈഷ്ണവ് സുരേഷ് മത്സരിക്കുന്ന വാർഡ് നമുക്കറിയാം. അവിടെ CPM അനായാസം ജയിച്ചു വരുന്നത് 25 വർഷമായി CPM ജയിക്കുന്ന വാർഡ്. പക്ഷേ അവിടെ വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വലിയ മാറ്റമുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും പാർട്ടി കോട്ടയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അവിടെ വീണ്ടും ജയിക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നു. നിയമം വാർഡിന് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും
അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ BJPക്ക് എതിരായ എന്ന പ്രതീക്ഷയാണ് മൊത്തത്തിൽ ഉള്ളത്. എന്നോടൊപ്പം ലല്ലു കൂടി ചേരുന്നുണ്ട്. ഈ തിരുവനന്തപുരം നഗരസഭയെ ബന്ധപ്പെട്ട കാര്യങ്ങളിലും മൊത്തത്തിലും ലല്ലുവിന്റെ ഒരു പ്രതികരണം കൂടി. ലല്ലു, ഈ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയും CPIയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെങ്കിലും. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പൊതുവിൽ ഒരു പുറത്തേക്കെങ്കിലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രതികരിക്കാനിടയുണ്ട്. അരുൺ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് UDFന്റെ ഇത്തവണ അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഏറ്റവും ആദ്യം അവർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഏരിയയിൽ ഒരു വളരെ സജീവമായി ശബരിനാഥനെ പോലെ ഒരു ഫേസുള്ള ഒരു മുഖമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് നേരത്തെ അരുൺ പറഞ്ഞ പോലെ വൈഷ്ണവ് പോലുള്ള ചെറുപ്പക്കാരായ ജോൺസൺ ജോസഫ് ഉണ്ട്, പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്ന ആള്. സ്ഥിരം പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ നല്ല കടുത്ത മത്സരം ഉണ്ടെന്ന് പറയുന്നു. ഈ ഉള്ളൂർ വാർഡിൽ നല്ല മത്സരമാണ്. അപ്പോൾ ഈ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നോക്കി നിർത്താൻ ഈ മൂന്ന് മുന്നണികൾക്ക് സാധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ശാസ്ത്രങ്ങളിൽ നോക്കിയാൽ മുൻ DGP ശ്രീലേഖയെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ ഇന്ത്യയെ നിർത്തുമ്പോൾ അവിടെ LDF നിർത്തിയേക്കുന്നത് ഒരു ചെറുപ്പക്കാരിയായ അമൃത എന്ന് പറയുന്ന ഒരാളെയാണ്. അവിടെ അതിശക്തമായ മത്സരമാണ്. ശാസ്ത്രമംഗലത്തായാലും കവടിയാറിലെ ശബരിനാഥനെതിരെ മത്സരിക്കുന്ന സുനിൽകുമാറായാലും ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇത്തരത്തിൽ അപ്പോൾ VV രാജേഷൻ പോലുള്ള സംസ്ഥാന നേതാവ് BJPക്ക് വേണ്ടി വീണ്ടും കൊടുങ്ങാനൂർ BJP മേയർ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ രാജേഷന്റെ മറുപടി പറഞ്ഞത് അതവരുടെ സ്വപ്നം മാത്രമാണ്, വലിയ പുരുഷൻ ജയിക്കുന്നത്. പക്ഷെ അവിടെ കടുത്ത പോരാട്ടമുണ്ട്. UDFന്റെയും CPMന്റെയൊക്കെ കാര്യമായ പ്രചരണം അവിടെയും ഉണ്ട്. അതാണ് ഈ എല്ലാ സ്ഥലത്തും വളരെ ആവേശകരമായ ഒരു മത്സരം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു കടുത്ത പോരാട്ടം തന്നെ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് BJPക്ക് ഭരണം നഷ്ടപ്പെടുന്നത്. ആ ചെറിയ വ്യത്യാസം മറികടക്കാനുള്ള BJPയുടെ ശ്രമമുണ്ട്. അതോടൊപ്പം തന്നെയാണ് UDF വളരെ നേരത്തെ സ്ഥാനാർത്ഥികൾ. എനിക്ക് തോന്നുന്നു ഇത് രണ്ടുമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രതിനിധീകരിക്കുക. കാരണം UDFിനുണ്ടാകുന്ന നേട്ടം BJPക്ക് നഷ്ടമായി മാറുമോ എന്ന ആശങ്ക BJPക്കാർ തന്നെ പങ്കുവയ്ക്കുന്നത്. വളരെ കടുത്ത മത്സരമാണ്. CPMനെ LDFനെ സംബന്ധിച്ചിടത്തോളം അവര് കഴിഞ്ഞ തവണ ഈ ഏതാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലായിടത്തും നിർത്തിയിരിക്കുന്നത് നല്ല സ്ഥാനാർത്ഥികളാണ്, നല്ല പോരാട്ടമുണ്ട്. ഈ വിമതന്മാരുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടുത്ത പോരാട്ടമാണ്. UDF നല്ല കാൻഡിഡേറ്റ്സ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ പോരാട്ടം അവർ കാഴ്ചവെക്കുന്ന പ്രതീക്ഷ UDF വയ്ക്കുമ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ എനിക്ക് തോന്നുന്നു CPM കേന്ദ്രങ്ങൾക്കാണ്. UDF അത്രയധികം നല്ല സ്ഥാനാർത്ഥി വരുമ്പോൾ BJPയിലേക്ക് കഴിവണ പോയ വോട്ടുകൾ തിരികെ UDFിലേക്ക് പോവുകയും അത് അനാവശ്യം. ശിവൻകുട്ടി പറഞ്ഞത് 75 സീറ്റ് ഇടതുമുന്നണി കിട്ടുമെന്നാണ്. ഈ കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാണ്. കഴിഞ്ഞ തവണ UDFന്റെ നഷ്ടമാണ് BJPയുടെ നേട്ടമായിട്ട് മാറിയത്. പക്ഷേ ആ പോയ വോട്ടുകളിൽ എത്രത്തോളം തിരിച്ചു പിടിക്കാൻ UDFന് സാധിക്കും എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ട്. പക്ഷേ ആ വോട്ടുകളടക്കം തിരിച്ചു വരുമെന്ന പ്രതീക്ഷത്തിനാണ്. നേരത്തെ പറഞ്ഞ പോലെ തീരദേശമയിൽ നിന്ന് UDF സ്വപ്നം കാണാത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരിച്ചടി UDFിനുണ്ട്. അപ്പോൾ ആ തിരിച്ചടി മറികടക്കാനുള്ള സ്ട്രാറ്റജി അവർ അത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ